എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ ദയനീയ തോൽവിക്ക് ശേഷം ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് മൈതാനത്ത് വിതുമ്പിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആ ദൃശ്യങ്ങൾ ക്രിക്കറ്റ് ആരാധകരെയും കമന്റേറ്റർമാരെയും ഒരുപോലെ വിഷമിപ്പിച്ചു. എന്നാൽ സ്റ്റോക്സിന്റെ കണ്ണുനീരിനും അപ്പുറം മത്സരശേഷം അദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ലോകത്ത് കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിനെയും യുവനായകൻ ശുഭ്മാൻ ഗില്ലിനെയും കുറിച്ച് സ്റ്റോക്സ് പറഞ്ഞ ആ വാക്കുകൾ എന്താണ്? അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ മത്സരത്തിലേക്ക് വന്നാൽ ബെൻ സ്റ്റോക്സിന്റെ ടോസ് തീരുമാനം ഇംഗ്ലണ്ടിന് തന്നെ തിരിച്ചടിയായി ആകുകയായിരുന്നു. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഇംഗ്ലണ്ട് ഒരു കാര്യം മറന്നു: ഇത് ഇന്ത്യയുടെ മണ്ണാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം ഒന്നാം ഇന്നിംഗ്സിൽ 587 റൺസിന്റെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. നായകൻ ശുഭ്മാൻ ഗിൽ 269 റൺസ് എടുത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തി. ഗില്ലിന്റെ ഈ തകർപ്പൻ പ്രകടനം ഇംഗ്ലണ്ടിന്റെ തന്ത്രങ്ങളെ തകിടം മറിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ മുഹമ്മദ് സിരാജിന്റെയും യുവതാരം ആകാശ് ദീപിന്റെയും തകർപ്പൻ ബൌളിംഗ് കൂച്ചുവിലങ്ങിട്ടു. ഇംഗ്ലണ്ടിനെ 407 റൺസിൽ ഒതുക്കിയതോടെ ഇന്ത്യയ്ക്ക് 180 റൺസിന്റെ കൂറ്റൻ ലീഡ് ലഭിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 400 റൺസ് കൂടി നേടി ഇംഗ്ലണ്ടിന് മുന്നിൽ 608 റൺസിന്റെ അസാധ്യമായ വിജയലക്ഷ്യം വെച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗിനിറങ്ങിയപ്പോൾ ആകാശ് ദീപ് വീണ്ടും തീപ്പൊരിയായി. തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ 4 മുൻനിര ബാറ്റ്സ്മാൻമാരെ പുറത്താക്കി ദീപ് അവരെ പ്രതിരോധത്തിലാക്കി. അതോടെ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. ഒടുവിൽ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ നിലംപരിശാക്കി ആധികാരിക വിജയം നേടി. തുടർന്ന് സ്റ്റോക്സിന്റെ വിറയാർന്ന വാക്കുകൾ ഇംഗ്ലണ്ട് മണ്ണിൽ അലതല്ലി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ തോൽവിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല. മത്സരശേഷം തോൽവിയുടെ ഭാരം താങ്ങാനാവാതെ വിതുമ്പിയ ബെൻ സ്റ്റോക്സ് പറഞ്ഞ ഓരോ വാക്കും ഞെട്ടിക്കുന്നതായിരുന്നു. വാക്കുകൾ ഇടറിപ്പോകുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു വലിയ സത്യം മുഴങ്ങി നിന്നു: ഈ തോൽവിയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇന്ത്യൻ ടീം എല്ലാ കാര്യത്തിലും ഞങ്ങളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്തത് പിച്ചിൽ തുടക്കത്തിൽ ബൌളർമാർക്ക് പിന്തുണ ലഭിക്കുമെന്ന് ഞങ്ങളുടെ ധാരണയിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ തന്ത്രം പൂർണ്ണമായും പാളിപ്പോയി. ഇന്ത്യ ബാറ്റ് ചെയ്ത രീതിയും ബൌൾ ചെയ്ത രീതിയും ഞങ്ങൾക്ക് ഒരവസരവും നൽകിയില്ല. ശുഭ്മാൻ ഗില്ലിന്റെ 269 റൺസ് ഞങ്ങളെ തകർത്തെറിഞ്ഞു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും ബാറ്റിംഗും മികച്ചതായിരുന്നു. ഞങ്ങളുടെ ബൌളിംഗിൽ തന്ത്രപരമായ പോരായ്മകളുണ്ടായിരുന്നു. ഞങ്ങൾ നിരവധി അവസരങ്ങൾ പാഴാക്കി. ടോസ് മാത്രമാണ് ഞങ്ങളുടെ തോൽവിക്ക് കാരണമെന്ന് ഞാൻ പറയില്ല. ഇന്ത്യ എല്ലാ സെഷനിലും ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി. അവരുടെ ബൌളർമാർ, പ്രത്യേകിച്ച് ആകാശ് ദീപും സിറാജും മികച്ച ബൌളിംഗ് കാഴ്ചവെച്ചു. ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാരും ബൌളർമാരും ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തോൽവി നേരിടേണ്ടി വന്നത്. സ്വന്തം ടീമിന്റെ തോൽവിയിൽ നിരാശനായപ്പോഴും സ്റ്റോക്സ് ശുഭ്മാൻ ഗില്ലിനെ പ്രശംസിക്കാൻ മറന്നില്ല. ഒരു നായകൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും തന്റെ ബാറ്റിംഗിലൂടെ അത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ സ്റ്റോക്സിന്റെ വാക്കുകൾ ഒരു വലിയ വെല്ലുവിളി കൂടിയായിരുന്നു. ഈ തോൽവിയിൽ നിന്ന് ഞങ്ങളുടെ ടീം പാഠം ഉൾക്കൊള്ളണം. ഞങ്ങൾ നിരവധി തെറ്റുകൾ വരുത്തി, പ്രത്യേകിച്ച് ഫീൽഡിംഗിലും ബൌളിംഗിലും. ഈ തോൽവി ഞങ്ങളുടെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. എങ്കിലും ഇത് ഒരു മത്സരം മാത്രമാണ്. ഞങ്ങൾക്ക് ഇനിയും 3 അവസരങ്ങൾ ബാക്കിയുണ്ട്. ഞങ്ങൾ ശക്തമായി തിരിച്ചുവരുമെന്ന് എന്റെ ടീമിന് പൂർണ്ണ വിശ്വാസമുണ്ട്. ശുഭ്മാൻ ഗില്ലിനും ഇന്ത്യൻ ടീമിനും ഈ വിജയത്തിൽ അഭിനന്ദനങ്ങൾ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അടുത്ത ടെസ്റ്റിൽ ഞങ്ങൾ കൂടുതൽ കരുത്തോടെ തിരിച്ചുവരും. ഈ തോൽവിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പഠിച്ചു. അടുത്ത തവണ മികച്ച തന്ത്രങ്ങളുമായി ഞങ്ങൾ ഇറങ്ങും. ബെൻ സ്റ്റോക്സ് ഈ തോൽവിയിൽ തകർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിരാശ വ്യക്തമായിരുന്നെങ്കിലും ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനത്തെ അദ്ദേഹം തുറന്ന് പ്രശംസിച്ചു. ഇനി നിങ്ങൾ പറയൂ, ഈ പ്രകടനം തുടർന്നാൽ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് പരമ്പര നേടാൻ കഴിയുമോ? സ്റ്റോക്സിന്റെ വെല്ലുവിളിക്ക് ടീം ഇന്ത്യ എങ്ങനെ മറുപടി നൽകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.